ശ്രീ കെ സുധാകരൻ കണ്ണൂരിൻ്റെ എം പി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ശക്തമായ രൂപത്തിലുള്ള പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ഫണ്ട് വിനിയോഗം നടത്തിയില്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. അദ്ദേഹത്തിന് ഫണ്ട് 25 കോടി രൂപയാണ് ഒരു എം പിമാർക്ക് അനുവദിക്കുന്ന ഫണ്ട്. പ്രത്യേകിച്ച് കൊറോണ കാലത്ത് ആ ഘട്ടത്തിൽ 4 കോടി അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. ബാക്കിയുള്ള ഫണ്ട് വളരെ കൃത്യമായി ഈ 5 വർഷത്തിനുള്ളിൽ അദ്ദേഹം കൃത്യമായി വിനിയോഗിച്ചിട്ടുണ്ട്. ആ വിനിയോഗവുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകൾ, രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഫെബ്രുവരി 22-ന് ആണ് ഏറ്റവും ഒടുവിൽ 10 കോടി രൂപ എം പിയുടെ ഫണ്ടിലേക്ക് വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് 23/2/2024 വരെ 5,29,19,015 രൂപ അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. അത് കൂടാതെ അതിൻ്റെ മുമ്പത്തെ എം പി ശ്രീമതി ടീച്ചർ അവരുടെ കാലത്ത് ചെലവഴിക്കാത്ത 1,44,77,435 രൂപ ഉൾപ്പെടെ ആ ഫണ്ടും ചെലവഴിച്ചത് ശ്രീ കെ സുധാകരൻ എം പിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഇപ്പോൾ 10 കോടി രൂപയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. 10 കോടിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ടെൻഡറുകൾ പൂർത്തിയായി ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏകദേശം വളരെ കൃത്യമായ രൂപത്തിലുള്ള ഫണ്ട് വിനിയോഗം ശ്രീ കെ സുധാകരൻ്റെ ഭാഗത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഫണ്ട് വിതരണം ചെയ്തിട്ടില്ല എന്ന് ഇവർ പറയുന്നത് ഇവർ രാഷ്ട്രീയപരമായ ആരോപണമാണ്. അതിന് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ തന്നെ അതുമായി ബന്ധപ്പെട്ട ഭരണപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചെലവഴിച്ച തുകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ കലക്ടറാണല്ലോ ഫണ്ട് എം പി അനുമതി കൊടുത്താലും വിനിയോഗിക്കേണ്ടത്. ഒരു ടെൻഷനുമില്ല. എം പി എന്ന നിലയിൽ അദ്ദേഹം എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ചർച്ചാ വിഷയമാവുക? കണ്ണൂരിൽ ദേശീയ രാഷ്ട്രീയം വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയമുണ്ട്. രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിനായിട്ടുള്ള വലിയ പോരാട്ടം രാജ്യത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടത്തിന് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വലിയ രൂപത്തിലുള്ള മുന്നേറ്റം രാജ്യത്തെമ്പാടും ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. യോജിക്കാവുന്ന രാഷ്ട്രീയ കക്ഷികളുമായി യോജിക്കുന്നു. BJPക്കെതിരായിട്ടുള്ള പ്രത്യേകിച്ച് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനായിട്ടുള്ള വലിയ രൂപത്തിലുള്ള ക്യാമ്പയിൻ നടത്തുമ്പോൾ DCCയുടെ മുൻ സെക്രട്ടറി രഘുനാഥാണ് അപ്പുറത്ത് BJP പാനലിൽ മത്സരിക്കാൻ പോകുന്നത്. വോട്ടർമാർക്ക് ആള് മാറിപ്പോവും. പാർട്ടിക്കകത്തു നിന്ന് ആളുകൾ സ്ഥാനമാനങ്ങൾ കേടുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. അത് സ്വാഭാവികമായി കേരളത്തിൽ നിന്ന് രാജ്യത്ത് പോകുന്നുണ്ട്. BJPയുടെ പലതരത്തിലുള്ള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പല ആളുകൾ പോകുന്നു. CPMന്റെ ഇപ്പോൾ സിറ്റിംഗ് MLA ആയ ത്രിപുരയിലെ MLA കഴിഞ്ഞ ദിവസം പോയില്ലേ, പാർട്ടി ഓഫീസർക്കും പോയില്ല, അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ അധികാരത്തിന്റെ കൊതിമൂത്ത ആളുകൾ പോകുന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥ രാഷ്ട്രീയ നിലപാടുകൾ നിൽക്കുന്ന ആളുകൾ കണ്ണൂരിലുണ്ട്. തുടർച്ചയായിട്ടുള്ള ആക്ഷേപം എന്താണെന്നറിയുമോ? ഈ കെ സുധാകരന് വോട്ട് കൊടുത്താൽ അടുത്ത ടേബിൾ പുള്ളി BJP പോകുന്ന അത് CPM പറയുന്ന ആരോപണമല്ലേ? ഇപ്പം കെ സുധാകരൻ ഇന്ന് വരെ BJPന്റെ വോട്ട് വാങ്ങിയിട്ടൊന്നും MLA MP ആയിട്ടില്ല. കേരളത്തിനകത്ത് ആദ്യമായി BJPയുമായി കൈകോർത്ത് ജനസംഘവുമായി കൈകോർത്ത് കേരളത്തിനകത്ത് കൂത്തുപറമ്പിൽ നിന്ന് MLA ആയത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ കോൺഗ്രസിന് അങ്ങനെ BJPയുടെ വോട്ട് വാങ്ങി കെ സുധാകരൻ ഇതുവരെ നിയമസഭയിൽ പോയിട്ടില്ല എന്ന് മാത്രമല്ല BJPയുമായി ഒന്നിച്ചു ചേർന്നുകൊണ്ട് പാലക്കാട് മത്സരിക്കുന്ന T. ശിവദാസൻ എന്ന് പറഞ്ഞ CPMന്റെ സ്ഥാനാർത്ഥി എരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ലാൽകൃഷ്ണ അഡ്വാനിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പറയുന്ന ആരോപണം ഞങ്ങൾക്ക് ഇല്ല. ഒരു കെ സുധാകരൻ കോൺഗ്രസിന്റെ അറിയാം, തീർച്ചയായും അറിയാം. കണ്ണൂര് പോലെ CPMന്റെ ഉരുക്കുകോട്ടയിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPMന്റെ നേതാക്കന്മാരുള്ള ഈ മണ്ഡലത്തിൽ നിന്നാണല്ലോ 1 ലക്ഷത്തോളം വോട്ടിന് കഴിഞ്ഞ തവണ കണ്ണൂർ ജയിച്ചത്. അദ്ദേഹം മുൻപും ജയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കണ്ണൂരിലെ ജനതക്ക് കെ സുധാകരനെ വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. അങ്ങനെ ആരോപണങ്ങൾ ഒരുപാട് അദ്ദേഹത്തിനെതിരായി നടത്തിയിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിനകത്ത് കെ സുധാകരൻ ശക്തമായി മുന്നോട്ട് പോകുന്നത്. CPMുമായും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് വന്ന